വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. എന്നാൽ UDF-ലെയും LDF-ലെയും കേരള കോൺഗ്രസുകൾക്ക് ബില്ലിനെ എതിർക്കുന്നതിൽ ആശങ്കയുണ്ട്. വിനീത വിജിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, നാളെ ഇക്കാര്യത്തിൽ എതിർപ്പ് ഉയർത്താനാണല്ലോ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. വോട്ടെടുപ്പ് ആവശ്യപ്പെടുമെന്നാണോ ഇക്കാര്യത്തിൽ വിനീത? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഉന്മേഷ്. ഞാനിപ്പോൾ നിൽക്കുന്നത് KC വേണുഗോപാലിന്റെ വസതിയിലാണ്. അല്പസമയം മുൻപാണ് ഇവിടെ UDF എംപിമാരുടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ യോഗം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ KC വേണുഗോപാലിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കാൻ തന്നെയാണ്, ശക്തമായി എതിർക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ ബില്ലിലെ ഈ നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ KC വേണുഗോപാലിന്റെ വസതിയിൽ ഇങ്ങനെയൊരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ യോഗത്തിലും സമാനമായിട്ടുള്ള തീരുമാനം തന്നെയാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. 36 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഭരണപക്ഷം എന്തെല്ലാം പ്രകോപനം ഉണ്ടാക്കിയാലും സഭയ്ക്കുള്ളിൽ തന്നെ തുടരുമെന്നും ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുകയോ ഇറങ്ങിപ്പോകേണ്ടതോ ചെയ്യേണ്ടതില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട്. സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള വാദം ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഒരു വോട്ടെടുപ്പടക്കം ആവശ്യപ്പെടുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി 8 മണിയോടുകൂടിയാണ് KC വേണുഗോപാലിന്റെ വസതിയിൽ പ്രത്യേകമായി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. യോഗത്തിന് ശേഷം നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശശി തരൂർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ KC വേണുഗോപാലിന്റെ ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ യോഗത്തിന് ശേഷം നേതാക്കൾ ഇറങ്ങുകയാണ്. എന്താണെങ്കിലും ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനം. ഇന്ത്യ സഖ്യത്തിന്റെ യോഗമുണ്ടായിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ UDF എംപിമാർ പ്രത്യേകമായി യോഗം ചേർന്നത്.